ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 14 ബൈബിൾ ക്വിസ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ ആരിലൊക്കെ വിശ്വസിക്കാനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ദൈവത്തിലും യേശുവിലും. തന്റെ പിതാവിന്റെ ഭവനത്തിൽ എന്തുണ്ട് എന്നാണ് യേശു പറഞ്ഞത്? തന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. യേശു പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ശിഷ്യന്മാർക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ. യേശു പോയി ശിഷ്യന്മാർക്ക് സ്ഥലം ഒരുക്കിയാൽ എന്തു ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു പിന്നെയും വന്ന് ശിഷ്യന്മാരെ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളുന്നതിന്റെ ഉദ്ദേശം എന്ത്? യേശു ഇരിക്കുന്ന ഇടത്ത് ശിഷ്യന്മാരും ഇരിക്കേണ്ടതിന്. യേശു പോകുന്ന ഇടത്തേക്കുള്ള വഴി ആരാണ് അറിയുന്നത്? ശിഷ്യന്മാർ. കർത്താവേ, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ വഴി എങ്ങനെ അറിയാൻ കഴിയും എന്ന് യേശുവിനോട് ആരാണ് പറഞ്ഞത്? തോമസ്. തോമസിന്റെ ചോദ്യത്തിന് മറുപടിയായി താൻ ആരാണെന്നാണ് യേശു പറഞ്ഞത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ആര് മുഖാന്തരമല്ലാതെ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല? യേശു മുഖാന്തരമല്ലാതെ. യേശു പറഞ്ഞു, ശിഷ്യന്മാർ തന്നെ അറിഞ്ഞാൽ അവർ ആരെയും അറിയുമായിരുന്നു, എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് യേശു പറഞ്ഞതിനോട് ഫിലിപ്പോസ് എങ്ങനെയാണ് പ്രതികരിച്ചത്? കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് ഫിലിപ്പോസ് പറഞ്ഞപ്പോൾ യേശു അവനോട് എന്ത് ചോദ്യമാണ് ചോദിച്ചത്? ഫിലിപ്പോസെ, ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കണ്ടവൻ ആരെ കണ്ടിരിക്കുന്നു എന്നാണ് യേശു ഫിലിപ്പോസിനോട് പറഞ്ഞത്. പിതാവിനെ കണ്ടിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. ആരുടേതായിരുന്നു? പിതാവിൻ്റേത്. പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് എന്താണ് ചെയ്തത്? തന്റെ പ്രവൃത്തി. യേശു പറഞ്ഞു, താൻ പിതാവിലും പിതാവ് അവനിലും എന്ന് തന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ അവർ എന്ത് വിശ്വസിക്കണം? അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം തന്നെ വിശ്വസിപ്പീൻ. യേശുവിൽ വിശ്വസിക്കുന്നവനും ചെയ്യുന്നത് എന്താണ്? യേശു ചെയ്യുന്ന പ്രവൃത്തി. എന്തുകൊണ്ടാണ് യേശു ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തി അവനിൽ വിശ്വസിക്കുന്നവൻ ചെയ്യും എന്ന് പറഞ്ഞത്? യേശു പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട്. യേശുവിന്റെ നാമത്തിൽ യേശുവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും ആരിൽ മഹത്വപ്പെടേണ്ടതിനാണ് ചെയ്തു തരുന്നത്? പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്. ആരുടെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് യേശു ചെയ്തു തരും? യേശുവിൻ്റെ.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്? എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. യേശു പിതാവിനോട് ചോദിച്ച് എന്നേക്കും അവരോടുകൂടെ ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥനെ അവർക്ക് തരുമെന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ. ലോകത്തിന് സത്യത്തിന്റെ ആത്മാവിനെ ലഭിപ്പാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാത്തതുകൊണ്ട്. സത്യത്തിന്റെ ആത്മാവിനെ ശിഷ്യന്മാർ അറിയുന്നത് എന്തുകൊണ്ട്? അവൻ ശിഷ്യന്മാരോടുകൂടെ വസിക്കുകയും ശിഷ്യന്മാരിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ആരോട് പറഞ്ഞു? യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. ലോകം തന്നെ കാണുകയില്ല, ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ആര് തന്നെ കാണും എന്നാണ് യേശു പറഞ്ഞത്? തന്റെ ശിഷ്യന്മാർ. യേശു ജീവിക്കുന്നത് കൊണ്ട് ജീവിക്കുന്നത് ആരാണ്? ശിഷ്യന്മാർ. യേശുവിന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ ആരാകുന്നു? യേശുവിനെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ ആർ സ്നേഹിക്കും എന്ന് യേശു പറഞ്ഞു? എന്റെ പിതാവ്. ഞാനും ആരെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും? എന്നെ സ്നേഹിക്കുന്നവനെ. ഇസ്കരിയോത്താവല്ലാത്ത യൂദ യേശുവിനോട് എന്ത് ചോദ്യമാണ് ചോദിച്ചത്? കർത്താവെ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത്? എന്നെ സ്നേഹിക്കുന്നവൻ എന്തു ചെയ്യും? എന്റെ വചനം പ്രമാണിക്കും. യേശുവിന്റെ വചനം പ്രമാണിക്കുന്നവനെ പിതാവ് എന്തു ചെയ്യും? പിതാവ് അവനെ സ്നേഹിക്കും. പിതാവും പുത്രനും ആരോടുകൂടെയാണ് വാസം ചെയ്യുന്നത്? യേശുവിനെ സ്നേഹിച്ച് വചനം പ്രമാണിക്കുന്നവനോടുകൂടെ. യേശുവിനെ സ്നേഹിക്കാത്തവൻ എന്തു ചെയ്യുന്നില്ല? യേശുവിന്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന തന്റെ വചനം ആരുടേതാണെന്ന് യേശു പറഞ്ഞു? യേശുവിനെ അയച്ച പിതാവിന്റെ. പിതാവ് ആരുടെ നാമത്തിലാണ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്? യേശുവിന്റെ നാമത്തിൽ. പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ എന്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യും? നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം നമുക്ക് തന്നിട്ട് പോയത് ആര്? യേശു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് യേശു എന്ത് തരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്? സമാധാനം തരുന്നതിനെ കുറിച്ച്. ഞാൻ നിങ്ങളോട് പറഞ്ഞതായി കേട്ടുവല്ലോ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്.
നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്ന് യേശു പറഞ്ഞതിന്റെ കാരണം എന്ത്? യേശു തന്റെ പിതാവിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. പിതാവ് യേശുവിനേക്കാൾ വലിയവനാണ്. യേശു ശിഷ്യന്മാരോട് കാര്യങ്ങൾ സംഭവിക്കും മുമ്പേ പറഞ്ഞത് എന്തുകൊണ്ട്? അത് സംഭവിക്കുമ്പോൾ അവർ വിശ്വസിക്കേണ്ടതിന്. ആർക്കാണ് എന്നോടൊരു കാര്യവുമില്ല എന്ന് യേശു പറഞ്ഞത്? ലോകത്തിന്റെ പ്രഭുവിന്. ലോകം എന്താ അറിയട്ടെ എന്നാണ് യേശു പറഞ്ഞത്? ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.